ഞാൻ ഇന്ന് ഈ റൂമിലെല്ലാം കടന്നുറങ്ങണേ. ഞാൻ ഡെയിലി ഈ റൂമിലല്ലെങ്കിൽ അപ്പുറത്തെ റൂം വെച്ചാൽ ഹാളിന്റെ തൊട്ടപ്പുറത്തുള്ള 2-3 റൂമുണ്ട്. ആ റൂമിലേക്ക് ഞാൻ കിടക്കാം. ഒന്നല്ലെങ്കിൽ ഈ റൂമിൽ കിടക്കും, ഈ കണ്ട റൂമിൽ കിടക്കും, ഒന്നല്ലെങ്കിൽ ഈ റൂമിൽ കിടക്കും. ഇന്ന് ഞാൻ അവിടെ ഒന്നും കിടക്കണേ. ഇന്ന് ഞാനുണ്ടല്ലോ ഈ ചെറിയ സോഫേന്റെ ഉണ്ടല്ലോ ഈ സൈഡിലായിട്ട് കിടക്കൂട്ടോ. ഈ സൈഡിലായിട്ട് കിടക്കാവോ ഒക്കെ വിരിക്കാനൊക്കെ ഉണ്ട്. അവിടേക്ക് കണ്ണാടി അത് സാധനങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. പിന്നെ ആ പേനയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. ഇന്ന് ഞാൻ ഈ സൈഡിൽ ഇതാ ഇങ്ങനെ കിടക്കും. ഇങ്ങനെ കിടക്കും പുതപ്പും. പിന്നെ തലകാണ വെക്കേണ്ട ആവശ്യം വരും തോന്നില്ല. ഈ സൈഡിലുണ്ടല്ലോ ഈ ഒരു സാധനം ഉണ്ട് പൊന്തി കിടക്കണേ, അതെന്താ. അപ്പോൾ തലകാണ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കിടക്കും കേട്ടോ, ഇങ്ങനെ കിടക്കും. ഈ നോക്കുക എങ്ങനെ രാവിലെ ഒപ്പിക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. എവിടെ വാ ചായ? ചായ അല്ല പാല്. മാറി നടക്കാം. ഈ സ്വിച്ച് ബോർഡ് കംപ്ലൈൻ്റ് ആയിക്കൊണ്ടുണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന വയറ്, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ആ ലൈറ്റിൻ്റെ ഇതില്ലേ, ലൈറ്റിൻ്റെ ആ ഭാഗം, ലൈറ്റ് കാണുന്നില്ലല്ലോ, ആ ലൈറ്റിൻ്റെ ഭാഗം അടിച്ചു പോയി കൊണ്ട് ഇവിടെ വേറെ കേബിൾ കൊണ്ടുവന്നിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറല്ല കേബിൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടല്ലോ, ഇവിടുത്തെ ഇങ്ങനെ ബൾബ് ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് അടുക്കളയ്ക്കുള്ള ലൈറ്റൊക്കെ ഇവിടെ നിന്നാണ് ഇങ്ങനെ പോകുന്നത്. ആദ്യം അവിടെ ആയിരുന്നു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്, ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അമ്മ പാലൊക്കെ ചൂടാക്കി വെച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയില്ലല്ലോ, കറിയാ. ഓ മീൻ കറി ഇതാക്കണം. ഇതല്ലേ ഇതല്ലേ ഇന്ന് വൈകുന്നേരം മേടിച്ച പാൽ കേട്ടോ. പിന്നെ രാത്രി ഒരു വെച്ചിട്ട് പിന്നെ ചൂടാക്കി വെച്ചാൽ തിളപ്പിച്ചിട്ട്, തിളപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് തോന്നുന്നത്. തിളപ്പിച്ചിട്ട് അമ്മ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ വിരിച്ച് റെഡിയാക്കി വെക്കാനുണ്ട്. പിന്നെ മാത്രമല്ല സൈഡിലുള്ള ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാണ്ട്. ഇടയ്ക്ക് ഈ പൂച്ചയൊക്കെ കയറി വരും, സോഫയിൽ കിടക്കാൻ വേണ്ടി ഇടയ്ക്ക് കയറിയൊക്കെ വരും. എന്നിട്ട് ഞാൻ ആ പൂച്ചനെയൊക്കെ തട്ടി മാറ്റി അങ്ങോട്ടങ്ങ് എറിയും. തട്ടി മാറ്റി എറിയുന്നല്ല, എടുത്ത് അങ്ങോട്ടങ്ങ് എറിയും. അല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റണ്ടേ. വെറുതെ കയറിയൊക്കെ വരും. വെറുതെ കയറി വന്നിട്ട് ഇവിടെ ഇതാ ഈ സൈഡിലാണ് അധികം കിടക്കാറ്. ഈ സൈഡിലാണ് അധികം കിടക്കാറ് ഈ പൂച്ച. ഞാൻ ഇവിടെ ഇരുന്ന് ഗെയിം അടിക്കുമ്പോൾ, പിന്നെ അത് മാത്രമല്ല ഇവിടെ നിന്ന് ചോറ് കഴിക്കുമ്പോൾ അപ്പോഴൊക്കെ ഈ പൂച്ച സൈഡിൽ വന്ന് കിടക്കും. അപ്പോൾ അതിൻ്റെ രോമൊക്കെ ഉണ്ടല്ലോ ചോറിലും പിന്നെ അവിടെ പ്ലേറ്റിലൊക്കെ ആവും. പാൽപ്പേട ഇടയ്ക്ക് ഇങ്ങനെ മാറിപ്പോണ്ട്. എന്തായാലും ഈ പാൽ കുടിച്ച് കഴിഞ്ഞിട്ട് ഇവിടേക്കൊന്ന് വിരിച്ചിട്ട് എൻ്റെ പുതപ്പ് എടുത്തുകൊണ്ടിട്ട് തലകാണ ആവശ്യം വരുമെന്തോ അറിയില്ല. ആ തലകാണി കൊടുക്കുക, ചിലപ്പോൾ ആവശ്യം വന്നാലോ തലകാണി കൊടുക്കാം. ചെറിയ മത്തി അൻപത്തെ പോയപ്പോൾ വലിയ വിരിക്കാം. അധികം വിരിച്ചിട്ടില്ല, ഇനി അത് വിരിച്ച് തീർക്കട്ടെ ഒന്ന്. ഇതെല്ലാം ഇവിടെ തിരികെ വെക്കാനുണ്ട് അതിൻ്റെ ഉള്ളിൽ. വിരിച്ചെല്ലാം കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതവിടെ ഞാൻ കിടക്കും. പുറത്ത് ഇവിടെ തൽക്കാലം ഞാൻ കിടക്കുന്ന ഒരു ട്രെയിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ തീർക്കാവുണ്ടോ? ഞാൻ കിടക്കാം.
ഇനി കൊണ്ടോ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല സുഖമുണ്ട്. അത് മാത്രമല്ല ഇതിനപ്പുറത്ത് ഈ സോഫേൻ്റെ ഈ ഭാഗമുണ്ടല്ലോ, ഈ കയ്യിൻ്റെ ഇവിടെ ഇങ്ങനെ തട്ടുമ്പോണ്ടല്ലോ അവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ചൂട് ആവുന്നുണ്ട്. അത് പിന്നെ അത് മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നടന്നാൽ ഈ തല ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ വീഴുന്നതിന് ഇവിടെ തടഞ്ഞിക്കൂട്ടോ. ഇവിടെ അലമാരേൻ്റെ പകുതി ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞാലും ഇങ്ങനെ തല മാത്രം ഇങ്ങനെ തടഞ്ഞിരിക്കും. പിന്നെ കാല് മൊത്തം കണ്ട് തായ്ക്കും വീയാണെങ്കിൽ. വീണില്ലെങ്കിൽ രാവിലെ വരെ ഇവിടെ ഉണ്ടാവും. ഞാൻ കുറച്ച് നീളം കൊണ്ട് സോഫേൻ്റെ മേലേക്ക് കാലിങ്ങനെ പോവുന്നുണ്ട്. ആണ്ടോ ഇത് ക്ലിയർ എങ്ങനെയാണെങ്കിൽ നല്ല സുഖമായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ ക്ലിയർ ആക്കി കാല് വെച്ചാലും ഇതുണ്ടോ ഇവിടെ ഞാൻ ഇങ്ങനെ പൊന്തിക്കും ഇത്രയ്ക്ക് നല്ല സുഖമുണ്ട് കിടക്കാനൊക്കെ. ഞാൻ ഇപ്പോൾ കടന്നുറങ്ങുന്നില്ല. ഈ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ണിപ്പാപ്പൻ വരാനുണ്ട്. ഇപ്പോൾ പാപ്പ വന്നിട്ടാണ് ഞാൻ അകത്തേക്ക് കയറുള്ളൂ. ഇപ്പോൾ ഞാൻ റൂമിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ റൂമിൽ പോയിട്ട് ഞാൻ കുറച്ച് ഗെയിമെല്ലാം കളിച്ചിരുന്നിട്ട് പിന്നെ പാപ്പ വരുമ്പോഴാണ് ഞാൻ അകത്തേക്ക് കയറുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ പട്ടി ഉണ്ടല്ലോ രാത്രി വരുന്നവരൊക്കെ കടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അകത്തേക്ക് വരുള്ളൂ ഉറങ്ങാൻ. അപ്പോൾ ഞാൻ സമയം കാണിച്ചിട്ട് വെച്ചാൽ മൊബൈലിൽ ഞാൻ സമയം കാണിച്ചുതരാം, അല്ലെങ്കിൽ ഞാൻ സമയം പറഞ്ഞുതരാം എത്രയാവുമെന്ന്. സുഖമുണ്ട്. പിന്നെ മാത്രമല്ല ഇവിടുന്ന് ഇങ്ങനെ കണ്ണുറക്കാൻ പറ്റില്ല. നിങ്ങൾ കണ്ണുറന്നാൽ നേരെ ഫ്രണ്ടിൽ തന്നെ ബൾബ് ഉണ്ട്. അപ്പോൾ ബൾബത്തിൽ ലൈറ്റ് കണ്ണ് കുത്തുക. അതുണ്ടോ ആ ബൾബിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ വരുമ്പോൾ ആ ലൈറ്റൊക്കെ കണ്ണിലേക്ക് കുത്തുക. അപ്പോൾ അങ്ങോട്ട് അധികം നോക്കാൻ പറ്റില്ല. ഫുള്ള് ലൈറ്റിൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ കണ്ണ് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കറുപ്പ് നിറം പോലെയാവും. അങ്ങോട്ട് നോക്കണില്ല. നോക്കാതെന്നാ പോരാ, പ്രശ്നം എന്ത് കറിഞ്ഞില്ലേ നടക്കാം. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഞാൻ കുറച്ച് നേരം പോയിട്ട് ഗെയിമെല്ലാം കളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ നമുക്ക് കാണാം. ഞാൻ സമയം കാണിച്ചാൽ എപ്പോഴായിരിക്കും എന്നും അറിയില്ല. ചിലപ്പോൾ ഒരു 10 മണി ആയിരിക്കും, അല്ലെങ്കിൽ 11, 12, അല്ലെങ്കിൽ 1 മണി. എപ്പോഴാന്ന് ഉറപ്പ് അറിയണില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും, ഇവിടെ കടന്നുറങ്ങും. ഇപ്പോൾ സമയം 12 മണി കഴിക്കുന്നുണ്ട്. ഉണ്ണിപ്പാപ്പ വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ണിപ്പാപ്പ വന്നിട്ടുണ്ട്. ചൂലെടുക്കണ്ടേ പക്ഷേ പിടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഓടിക്കാൻ ചോട്ടെ അത് പിടിച്ച് ചാടും. അമ്പ ചൂല ഇങ്ങോട്ടാ. മലൂട്ടിട്ടേ ചെരുപ്പുണ്ട് പുറത്ത്. ചെരുപ്പുണ്ട് എല്ലാവരും കടന്നല്ലോ. ഞാൻ കടക്കട്ടെ. ജിമ്മിനെ ഞാൻ പിടിച്ചു കൊടുത്തുണ്ട്. ചൂലും കൊണ്ടായിരുന്നു ഞാൻ പിടിച്ചു കൊടുത്തു. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. അധികം ഒച്ചണ്ടാക്കണില്ല. ഞാൻ എന്തായാലും കടന്നുറങ്ങട്ടെ കേട്ടോ. ഞാൻ ജിമ്മിനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരം നിന്നല്ലേ. നേരത്തെ കിടക്കിയിരുന്നു. എനിക്ക് കടന്നുറക്കേണ്ട നല്ല സുഖമുണ്ട്. നല്ല പഞ്ഞി പോലപ്പും. പിന്നെ മാത്രമല്ല ഈ സോഫയിൽ കിടക്കുമ്പോൾ നല്ല സ്പോഞ്ചോ നല്ല രസമുണ്ട്. പുറത്തിനും നല്ല അടിപൊളി കേൾക്കുന്നുണ്ട്. വേഗം ഉറക്കം വരും ഇങ്ങനെ കിടന്നാൽ. ഇങ്ങനെ കിടക്കും. ഞാൻ ചെയ്ത് കിടന്നാലും ഭയങ്കര രസമാണ്. അങ്ങോട്ട് ബാക്കോട്ട് ഇരിക്കുന്നില്ല. കുറച്ച് ഗ്യാപ്പുണ്ട്. മൊബൈൽ കുത്തിയേക്കാൻ. ഞാൻ കുത്തിയേക്കാം. ഞാൻ മൊബൈൽ കുത്തിച്ചിട്ട് മെല്ലെ കടന്നു നോക്കട്ടെ. എന്നിട്ട് റിസൾട്ട് ഞാൻ നാളെ രാവിലെ പറഞ്ഞുതരാം. അപ്പോൾ അധികം ഒച്ചിടാൻ പറ്റില്ല. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ മൊബൈൽ കുത്തിയേക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ മൊബൈലിൽ കളിച്ചിരുന്നത്. ഇപ്പോൾ മൊബൈലൊന്ന് കുത്തി വെച്ചിട്ട് ഞാൻ കടന്നുറങ്ങട്ടെ. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ രാവിലെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് രാവിലെ ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഇന്ന് ഈ ബെഡിൽ കിടന്നിട്ട് ഞാൻ താഴേക്ക് വീണിട്ടില്ല. പക്ഷേ തലേൻ്റെ ഈ ഭാഗം കണ്ട് ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ബെഡിൻ്റെ ഈ സാധനമല്ലേ, ഇതുമേ ഇവിടെ ഒരു ഹുക്ക് പോലെ, ഇവിടെ ഒരു വടി പോലെ ഉണ്ട്, ഇവിടെ ഒരു പലകയോ എന്തോ ഉണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഇവിടെ കുഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ അങ്ങ് തട്ടുമ്പോണ്ടല്ലോ കടന്നപ്പോൾ ഈ ഭാഗം മൊത്തം അങ്ങോട്ട് വേദനിക്കാൻ തുടങ്ങുക, വേദനിക്കുന്നുണ്ട്. അങ്ങനെ ഈ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു ദിവസം മുഴുവനും ഞാൻ ഈ ചെറിയ സോഫയിലാണ് കടന്നുറങ്ങിയത്. ഇന്ന് അധികമൊന്നും എടുക്കണില്ല ഞാൻ, ചെറുതായിട്ട് ചെറിയൊരു കണ്ടൻ്റായിട്ട് ഇങ്ങനെ എടുത്ത് അവിടെ കടന്നതാണ് കേട്ടോ. എന്തായാലും എൻ്റെ പുറം വേദനിക്കുന്നുണ്ട്. ഞാൻ അവിടെ കടന്ന് കാലൊക്കെ പുറത്തെടുത്തു, തല അതൊക്കെ വേദനിക്കുന്നുണ്ട്. ഞാൻ വലിയ ഫുഡെല്ലാം കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ ചെറിയ ടാസ്ക്കാണ് അത്, ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക. ചെറിയ വീഡിയോ ഉള്ളൂ, പിന്നെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാലോ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.